ഡെയിലി ചിയാ സീഡ്സ് എടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളോട് ചിയാ സീഡ്സ് എടുക്കണ്ട എന്ന് പറഞ്ഞാലോ? എന്താണെന്നല്ലേ? ചിയാ സീഡ്സ് എടുക്കേണ്ടാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തത് IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം മുതലായിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളവർ. അപ്പം ഇങ്ങനെയുള്ളവർ ഹൈ ഫൈബർ ആയിട്ടുള്ള ചിയാ സീഡ്സ് എടുക്കുന്നത് ബ്ലോട്ടിങ്ങും ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ അഗ്രവേറ്റ് ചെയ്യും. രണ്ടാമത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ ചിയാ സീഡ്സ് എടുക്കുമ്പോൾ ഇത് എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ വീണ്ടും കണ്ടീഷൻ വേഴ്സൺ ചെയ്യും. മൂന്നാമത് പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഡെയിലി വാട്ടർ ഇൻടേക്ക് ഒക്കെ 1 ലിറ്ററിൽ താഴെ ആയിട്ടുള്ളവരൊക്കെ ചിയാ സീഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലോട്ടിങ്ങിനും ചോക്കിങ്ങിനും ഒക്കെ ഉള്ള ചാൻസ് കൂടും. നാലാമത് വാർഫാറിൻ, ആസ്പിരിൻ മുതലായ ബ്ലഡ് തിന്നർ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള മെഡിക്കേഷൻസും ചിയാ സീഡ്സും തമ്മിലുള്ള കൗണ്ടർ ആക്ഷൻ ഉണ്ട്. അപ്പം നിർബന്ധമായിട്ടും ഒഴിവാക്കുക. അപ്പം നിങ്ങൾക്ക് ചിയാ സീഡ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 200 മുതൽ 250 ml വരെ വാട്ടറിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 to 30 മിനിറ്റ്സ് എങ്കിലും പ്രോപ്പർലി സോക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. എന്നാലും ഡെയിലി ഇങ്ങനെയുള്ള മാജിക് ഡ്രിങ്ക്സിനെ മാത്രം ആശ്രയിക്കാതെ ഒരു പ്രോപ്പർലി ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ഏറ്റവും നല്ലത്.